രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. സത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ നിരപരാധിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അത് പിന്നെ പറയടോ. ഈ കാര്യത്തില് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല. ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ രസമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. എനിക്ക് ഒരു പേടിയുമില്ല, കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്റെ പൊന്നു ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ സമ്മതിക്കില്ല. അത് പറയാൻ നിങ്ങളാരാ? നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നു? അന്വേഷണം പൂർത്തിയാകട്ടെ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ നന്ദു, എന്നോടൊന്നും ചോദിക്കരുത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. മിസ്റ്റർ ടോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാൾ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അത് നിങ്ങൾ കള്ളത്തരം ഒന്നും ആലോചിക്കണ്ട. സത്യം സത്യമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കും. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എന്താ ചോദിച്ചാൽ, അതായത് അന്ന് കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഈ സംഭവിച്ചതിനെ കുറിച്ചിട്ട്. ദേവസ്വം അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ശരി, ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. പറഞ്ഞോളൂ, നിങ്ങളതിന് ഉറപ്പുണ്ടാക്കും. പറഞ്ഞോളൂ. എനിക്ക് അയാളോട് സംസാരിക്കണ്ട. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. മിണ്ടരുത്, എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോണം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. താനില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. അതെ, കുട്ടി സൂക്ഷിച്ച് സംസാരിക്കൂട്ടോ. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഇതല്ല, ഇതിൽ വലുത് കണ്ടതാ ഞാൻ. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു അക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും കണ്ടോ. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്ക് ഒരു വിലയില്ല. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ കണ്ടോ? CM പറഞ്ഞ നമുക്കും പറയണ്ടേ? വാർത്താ സമ്മേളനല്ലേ? തർക്കിക്കാനല്ലോ വരുന്നത്. നിങ്ങൾ വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു.